സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. കേരളത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് വടകര. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രത്യാരോപണങ്ങൾ ഉയർന്നതും വടകരയിൽ തന്നെയായിരിക്കണം എന്ന് വേണം പറയാൻ. ഇന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിൽ പറയുന്നത് തന്റെ മോർഫ് ചെയ്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിക്കുന്നു, തന്നെ വ്യക്തിഹത്യ നടത്തുകയാണ്, അത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നാരോപിച്ചാണ് KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാനൂർ സ്ഫോടനമടക്കം ഉന്നയിച്ച് മണ്ഡലത്തിലെ ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ എത്ര കണ്ട് മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ദൗസർ സാറിന്റെ മണ്ഡലമാണ് വടകര. KK ശൈലജയ്ക്കെതിരായ ആ ഒരു പോസ്റ്റുകളും കമന്റുകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട്. അത്രയധികം മോശം ഭാഷയിലും വ്യക്തിഹത്യയുമാണ് അതിലൂടെ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. സത്യത്തിൽ അതൊരു അൺഹെൽത്തി ആയ രീതിയല്ലേ? നിശ്ചയമായും. അത് ഇപ്പോൾ ഒരു കാര്യം ദിവ്യ പറഞ്ഞതുപോലെ വടകരയിൽ അതിഭയങ്കരമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ ഒരു ജേർണലിസ്റ്റ് സുഹൃത്ത് മൊത്തം ഇലക്ഷൻ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ഇലക്ഷൻ വിഷ്വൽസ് നല്ലത് കിട്ടണമെങ്കിൽ വടകരയിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയ്ക്കും കേരളത്തിലെ ഏറ്റവും തീപാറുന്ന മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ അതിൻ്റെ മുറുക്കം അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപക്ഷവും ലഭിക്കാവുന്ന എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ഒരു ഏരിയ സൈബർ സ്പേസ് ആണ്. അതിനകത്തും ആ പറയപ്പെടുന്ന വീര്യവും വാശിയും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് അവർക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. നിശ്ചയമായും അവരത് പരിശോധിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ കാര്യം നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടത്. എല്ലാവരും അത്തരം രീതികൾ സ്വീകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് സ്ത്രീയാകുമ്പോൾ അതിച്ചിരി കൂടും, അതിന് വേറെ ചില ഫ്ലേവേഴ്സ് കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. അല്ലാതെ തന്നെ ഇപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം. ശൈലജ ടീച്ചറുടെ ഒരു പ്രസംഗം എനിക്കും അത് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രസംഗം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പരിപാടി, അക്കാഡമിക് സ്വഭാവത്തിലുള്ള പരിപാടിയിൽ ടീച്ചർ പ്രസംഗിക്കുകയാണ്. സ്ത്രീകളുടെ ഉന്നമനവും ഇതൊക്കെ ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന കൂട്ടത്തിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് ചില പണ്ഡിതന്മാർ യോഗം ചേർന്ന് തീരുമാനിച്ചു, അവർ ചിന്തിച്ചു സ്ത്രീകൾക്ക് ബുദ്ധിയുണ്ടോയെന്ന്. അങ്ങനെ എന്തോ ഒരു സംഗതിയെക്കുറിച്ച് അവർ കൂടിയാലോചന നടത്തി. എന്നിട്ട് ആ പണ്ഡിതന്മാർ തീരുമാനിച്ചു സ്ത്രീകൾക്ക് ബുദ്ധിയില്ല എന്നവർ തീരുമാനിച്ചു. പ്രസംഗം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾക്ക് എന്താണ് തോന്നുക? മുഹമ്മദ് നബിയുടെ കാലത്തെ പണ്ഡിതന്മാർ അങ്ങനെ തീരുമാനിച്ചു എന്നാണല്ലോ. അപ്പോൾ മുഹമ്മദ് നബിയൊക്കെ ഈ നിലപാടുകാരനാണ്. സ്ത്രീകൾക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ ചിന്താശേഷിയില്ല, ഹൃദയമില്ല. അവർ ആ പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ഇത്തരം പോങ്ങന്മാരെ തിരുത്തിക്കൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിൽ ഭക്തിയുള്ളവരാരാണോ, സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല, നിങ്ങളിൽ ദൈവഭക്തിയുള്ളവരാരാണോ അവരാണ് ഏറ്റവും മികച്ചവർ, സ്ത്രീയാണോ പുരുഷനോ എന്നുള്ളതല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ വന്നതെന്ന് അവർ അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്. പക്ഷേ അതില്ലാതെ ഇത് മാത്രം കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള വേലകൾ ഈ വടകരയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു സാധനമാണ് ഞാൻ പറയുന്നത്. ഇതെൻ്റെ വാട്സപ്പിൽ വന്നിരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നിലക്കുള്ള വേലകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാറുണ്ട്. അഗൈൻ പറഞ്ഞവർ വനിതാ സ്ഥാനാർത്ഥിയാകുമ്പോൾ അതിന് വേറെ ചില ഫ്ലേവർ കൊടുത്തിട്ടുണ്ടാവും. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. നിശ്ചയമായി അതിന് നടപടിയെടുക്കണം. പക്ഷേ ഇതിൻ്റെ കാര്യം വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വടകര അസംബ്ലി മണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു KK രമ എന്ന് പറയുന്നത്. അവർ UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, RMPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അവർക്കെതിരെ അതിമാരകമായിട്ടുള്ള സൈബർ അധിക്ഷേപങ്ങൾ വളരെ മോശപ്പെട്ട, അവരെ മാത്രമല്ല അവരുടെ ഭർത്താവിനെതിരെ ഈ നിലക്കുള്ള അപസർപ്പ സ്വഭാവം, ഈ സദാചാര സ്വഭാവത്തിലുള്ള അദ്ദേഹം കൊല്ലപ്പെട്ടതിൻ്റെ കാരണം
കുറിച്ച് പോലുമുള്ള കഥകൾ ഉണ്ടാക്കിയിട്ട് വേറെ ചില വ്യാജ കഥകൾ ഉണ്ടാക്കിയിട്ട് അതുമായി കെ രമയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കഥകൾ ഇങ്ങനെയൊക്കെ ധാരാളം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ തന്നെ വന്ന് അതിനോട് എനിക്ക് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ അക്കാര്യം വന്ന് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നോക്കുക. അതും വടകരയിലാണ് സംഭവിച്ചത്. അവിടെയും സ്ഥാനാർത്ഥി ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. ഇതെല്ലാവരും സ്വീകരിക്കുന്നുണ്ട്, രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്നുണ്ട്. അത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. പിന്നെ നമ്മുടെ രാഷ്ട്രീയം സംസ്കാരം അത് ഇനിയും ഹെൽത്തി ആകേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സന്ദേശമാണ് നൽകുന്നത്. അപ്പുറത്ത് ഷാഫി കൊടുത്തിരിക്കുന്ന പരാതി ഇങ്ങനെയുള്ളതല്ല, ഈ ബൂത്തുകൾ പിടിച്ചടക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഹൈക്കോടതിയിലാണ് പോയിരിക്കുന്നത്. അതിൽ ഇലക്ഷൻ കമ്മീഷനും ഹൈക്കോടതിയൊക്കെ അവർക്ക് ഉചിതമെന്ന് തോന്നുന്ന നടപടികൾ സ്വീകരിക്കുമായിരിക്കും. പക്ഷേ ഇതല്ല കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഉന്നതമായ ഒരു രാഷ്ട്രീയമായ സംസ്കാരം എന്ന് പറയുന്ന ഇതല്ല. നമ്മൾക്ക് ഇതിൻ്റെ പ്രശ്നം സൈബർ ഇത് വന്നതിന് ശേഷം ഇതിന് കൂടിയിട്ടുണ്ട്, ഇത്തരം പ്രവണതകൾ കൂടിയിട്ടുണ്ട്. കാരണം വളരെ ഉത്തരവാദിത്വരഹിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും പറയുവാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന എന്നുവെച്ചാൽ മറഞ്ഞു നിന്ന് ചെയ്യാനുള്ള മറഞ്ഞു നിന്ന് ചെയ്യുന്നതിൻ്റെ ഒരു സൗകര്യം ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വൃത്തിയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനമാണെന്നുള്ളതാണ്. യെസ് നിഷാദ്, നമുക്ക് കേരളത്തിൽ മറ്റേത് മണ്ഡലത്തെക്കാളും വെച്ച് നോക്കുമ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ കോമ്പറ്റീഷനാണ് വടകരയിൽ നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ഫലമായിട്ടാണോ ഈ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നത്? മത്സരത്തിൻ്റെ തീവ്രത കൂടുമ്പോൾ ജയിക്കാൻ പരമാവധി മാർഗങ്ങൾ എല്ലാവരും എടുക്കുമായിരിക്കും. പക്ഷേ ഒരു നിലയ്ക്കും അവലംബിക്കാൻ പാടില്ലാത്ത ഒരു മാർഗ്ഗമാണ് ഇതെന്ന് നമ്മൾ ഉറപ്പായിട്ടും പറയണം. നോക്കൂ ദിവ്യ, മിസ്ഇൻഫർമേഷൻ്റെയും വ്യാജ കഥകളുടെയും ഏറ്റവും അധികം റിസ്ക് അനുഭവിക്കുന്ന രാജ്യമായിട്ട് വേൾഡ് എക്കണോമിക് ഫോറം പറയുകയാണ്. മിസ്ഇൻഫർമേഷനും വ്യാജ കഥകളും ഹെയ്റ്റ് സ്പ്രെഡും ഏറ്റവും അധികം റിസ്കിയാക്കി നിർത്തുന്ന ലാൻഡ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് എന്ന് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലം അതിൻ്റെ ഏറ്റവും വലിയ സങ്കീർണതയെ ഇന്ത്യ അനുഭവിക്കാൻ പോവുകയാണ് എന്ന് ലോകത്തെ ഏജൻസികൾ ഇന്ത്യയെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ചാമ്പ്യന്മാരാരാണ്? വെറുപ്പും വിദ്വേഷവും വ്യാജ കഥകളും പ്രചരിപ്പിക്കുക, അതുവഴി തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കുക എന്നതിൻ്റെ ചാമ്പ്യന്മാരാണ്, സംഘപരിവാരമാണ്. ആ സംഘപരിവാരത്തിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായി ഒരു ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പ് സംസ്കാരവും രാഷ്ട്രീയ സംസ്കാരവും കൊണ്ടു നടക്കുന്നവരാണ് ഞങ്ങളെന്ന് പറയുന്ന കേരളത്തിലെ കക്ഷികൾ. ഒരു നിലയ്ക്കും അവലംബിക്കാൻ പാടില്ലാത്ത ഒന്നാണിത്. ഇത് ഒരു ആക്രമണം മാത്രമല്ല, വ്യാജങ്ങൾ പ്രചരിപ്പിക്കുക. ഒരാൾ പറഞ്ഞതിൻ്റെ പാതി മുറിച്ചെടുത്ത് അയാളൊരു പ്രത്യേക മതത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. അതായത് മതവികാരം വ്രണപ്പെടുത്തുന്ന ആളാണ് അയാൾ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. അതായത് മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാ? അല്ലല്ലോ എന്ന ഒരു വാചകത്തിൽ നിന്ന് അല്ലല്ലോ കട്ട് ചെയ്ത് കളയാ. മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാ എന്നത് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ LDFൻ്റെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം വിരുദ്ധയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. എന്തുമാത്രം ഹീനമായ ചിന്തയിൽ നിന്നാണ് അത് വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകൻ്റെ കാലത്തുണ്ടായ മോശം സംഗതികളെ പ്രവാചകൻ തിരുത്തി എന്നതിൽ പ്രവാചകൻ തിരുത്തി മാത്രം കട്ട് ചെയ്തിട്ട് പ്രവാചകൻ്റെ കാലത്തെല്ലാം മോശം സംഗതികളാണ് എന്ന് പ്രസംഗിച്ചു എന്ന് പറയാണ്. പിന്നെ ഇവരുടെ എന്തോ ഒരു പോണോഗ്രാഫിക് വീഡിയോ പോലും ഇവിടെ പ്രചരിക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ തരൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഫേസ്ബുക്കിൽ എഴുതുകയാണ്. ഇത് ഫേക്ക് ഐ ഡിയിൽ നിന്നല്ല വരുന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. വളരെ ഒറിജിനലായിട്ടുള്ള ഐ ഡിയിൽ വന്നിട്ട് ആളുകൾ പറയുകയാണ് ഈ വിദ്വേഷം, ഈ പരിധി വിട്ട വാക്ക്. അപ്പോൾ അത് നമ്മളെ ഒരു രാഷ്ട്രീയമായി ഭിന്ന ചേരിയിൽ നിൽക്കുമ്പോഴും ആരോഗ്യകരമായ ഒരു മത്സരം നിലനിർത്തുക എന്നുള്ള പ്രധാനമാണല്ലോ. അതിനപ്പുറം പോയിട്ട് എന്ത് വൃത്തിഹീനമായ മാർഗത്തിലൂടെയും നമുക്ക് അവരെ തോൽപ്പിക്കണം, വീഴ്ത്തണം, നമുക്ക് ജയിക്കണം എന്ന സംസ്കാരത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അത് ഏതോ ചില ആളുകൾ ചെയ്യുന്നതാണ്, അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഉത്തരവാദിത്വമില്ല എന്നതിനെ സില്ലിയായിട്ട് സമീപിക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്തിട്ടുള്ള വിജയം നമുക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ ഓരോ സ്ഥാനാർത്ഥിക്ക് കഴിയണം. ആ സ്ഥാനാർത്ഥിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഏതാണോ അതിന് കഴിയണം. അത് പ്രധാനമാണ്. കാരണം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തം എന്താ പറയുക സ്ട്രക്ചറിനെ അപകടപ്പെടുത്താൻ ശേഷിയുള്ളതാണ് ഈ വ്യാജ പ്രചരണം. കാരണം ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ കെടുതി ഏതാണ്? ആ കെടുതിയെ നമ്മളൂടെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരരുത്. നമ്മൾ എന്താ പറയുന്നത്, ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കൂ, സംസ്ഥാന സർക്കാരിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കൂ, കോൺഗ്രസിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് തിരിച്ച് സംസാരിക്കൂ, ഇതൊക്കെ പറയാമല്ലോ. ഇതിനപ്പുറം ഈ മാർഗം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അത് പോലീസ് അതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ പൊതുവെ സൈബർ കേസുകൾക്കകത്ത് പോലീസ് എടുക്കുന്ന ഒരു സമീപനം നമുക്കറിയാം, പോലീസിൻ്റെ പരിമിതി അറിയാം. പക്ഷേ ഇതൊന്നും ഒരു നിലയ്ക്കും വെച്ച് ഉറപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതിപ്പോൾ ആര് ചെയ്താലും, ഇപ്പോൾ നേരത്തെ കെ രമയുടെ കാര്യം ദാവ് സാഹിബ് ചൂണ്ടിക്കാണിച്ചു. കെ രമയോടും അങ്ങേയറ്റത്തെ അധിക്ഷേപ സ്വഭാവമുള്ള, അവരെ വ്യക്തിപരമായി അങ്ങേയറ്റം ആക്രമിക്കുന്ന കമൻറ്റുകൾ നിരന്തരമായി തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ലാത്തപ്പോഴൊക്കെ അവർക്കെതിരെ ഇപ്പോഴും ഒരുപക്ഷെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇതല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഷാഫി പറമ്പിലിന് വേണ്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഈ പണി ചെയ്യുന്നതെങ്കിൽ ഷാഫി പറയണം,
എന്നിൽപ്പെട്ട ആൾക്കാരല്ല. എനിക്കിവരുടെ ഇങ്ങനത്തെ പ്രവർത്തനം കൊണ്ട് എനിക്ക് വേണ്ട. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സംസ്കാരമാണ് ഞങ്ങൾ ആളുകളെ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളെന്നൊക്കെ ഷാഫി പറഞ്ഞിട്ടുണ്ട്. ഇവരെ തള്ളിപ്പറയുക എന്നുള്ളത് പ്രധാനമാണ്. ഷാഫിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ശൈല ടീച്ചർ പറയുന്നത്. അപ്പോൾ ഷാഫി അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തട്ടെ. ഷാഫി ചെയ്യുന്നു നമ്മൾ പറയുന്നില്ല, ഷാഫി അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു നമ്മൾക്ക് അറിയില്ല, പറയുന്നില്ല. പക്ഷേ എനിക്ക് ഇത്തരക്കാരുടെ വോട്ട് വേണ്ട, ഇവർ പണിയെടുത്തിട്ടുള്ള വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയുക എന്നത് ഷാഫിയെ സംബന്ധിച്ച് പ്രധാനമാണ്. അപ്പുറത്തും ചെയ്യുന്നുണ്ട്, അവരും അത് പറയാന്നുള്ളതാണ്. ഇനിവേ നമ്മൾ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ വ്യാജ പ്രചരണവും ഈ വൃത്തികേടും അല്ല. യെസ്, അതാണ്. രാഷ്ട്രീയ സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഈ രീതിയിലുള്ള ഒരു പ്രചാരണ മാർഗമല്ല ഉപയോഗിക്കേണ്ടത്. അത് ആര് ചെയ്താലും തെറ്റാണ്. വ്യക്തിഹത്യ ചെയ്യുക, വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അപമാനിക്കുക, ഇത് ഭൂഷണമല്ല ആർക്കായാലും.